പ്രേമികൾ കാത്തിരിക്കുന്ന ക്രിക്കറ്റ് മാമാങ്കത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് ഈ ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് 2017 എന്ന വർഷവും ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന ടൂർണമെന്റിന്റെ കലാശ പോരാട്ടവുമാണ്. അന്ന് ഇന്ത്യ ബദ്ധശത്രുക്കളായ പാകിസ്ഥാന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു. തീർത്തും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ മറക്കാൻ ആഗ്രഹിക്കുന്ന തോൽവി. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 4 വിക്കറ്റ് നഷ്ടത്തിൽ 338 റൺസ് നേടിയപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിന്റെ പകുതി പോലും മറികടക്കാൻ സാധിച്ചില്ല. 30 ഓവർ കഴിയുമ്പോഴേക്കും വെറും 158 റൺസ് മാത്രം നേടി ഇന്ത്യ ഓൾ ഔട്ടായി. ഇന്ന് അതേ ടൂർണമെന്റ് വീണ്ടും ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ മുന്നിൽ ലക്ഷ്യം ഒന്നേയുള്ളൂ: കിരീടം സ്വന്തമാക്കുക. ടൂർണമെന്റ് വേദി പാകിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യയുടെ കളികൾ ദുബായിൽ വെച്ചാണ് നടക്കുന്നത്. നാളെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഈ പോരാട്ടം തുടങ്ങുന്നതിന് മുന്നേ ഇന്ത്യ ടൂർണമെന്റിന് സജ്ജമാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. എന്നാൽ ആ ചോദ്യത്തിന് നിസ്സംശയം ഉത്തരം പറയാം: ഇന്ത്യ സജ്ജമാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന പരമ്പര. മുൻനിര ബാറ്റർമാർ ഫോമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ഒരുപാട് കാലം ഫോം ഔട്ട് ആയതിൽ പഴികേട്ട രോഹിത് സെഞ്ചുറിയിലൂടെ മറുപടി കൊടുത്തപ്പോൾ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കി കോഹ്ലിയും തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് തെളിയിച്ചു. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും മിന്നും ഫോമിലാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിൽ ഓപ്പണറായി ഇറങ്ങിയ ഗിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. വിക്കറ്റ് നഷ്ടമാകാതെ ഏറെ നേരം ബാറ്റ് ചെയ്യാൻ ഗിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോഴും ചെറിയൊരു നിരാശ ഇന്ത്യൻ ടീം നേരിടുന്നുണ്ട്. അത് ബുംറയുടെ അഭാവമാണ്. ആദ്യം ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തനായി ഫിറ്റ്നസ് തിരിച്ചുപിടിക്കാൻ താരത്തിന് ഇനിയും സമയം വേണം. അതുകൊണ്ട് തന്നെ പുതുക്കിയ ടീം സ്ക്വാഡിൽ നിന്ന് ബുംറയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഇന്ത്യയുടെ കുന്തമുനയായി നിന്നിരുന്ന ബുംറയുടെ അഭാവം ഇന്ത്യൻ ടീമിനെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും പരിക്കിനെ തുടർന്ന് ദീർഘകാലം പുറത്തിരുന്ന മുഹമ്മദ് ഷമി ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് ആക്രമണത്തിന് നേതൃത്വം നൽകും. ഒപ്പം അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവരും ചേരുമ്പോൾ ബുംറയുടെ അഭാവം വലിയൊരു തിരിച്ചടി സമ്മാനിക്കില്ല എന്ന വിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ബുംറയുടെ അഭാവത്തിൽ പേസ് വിഭാഗത്തിൽ തന്നെയാണ് ഇന്ത്യക്ക് പ്രധാന തലവേദന. ഷമി, അർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവർക്കൊപ്പം ഹർദിക്കും പേസ് കൈകാര്യം ചെയ്യാനുണ്ട്. ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഷമിക്കൊപ്പം ബൗളിംഗ് ഓപ്പൺ ചെയ്തതും ഹർദിക്കായിരുന്നു. പരിക്കേറ്റ് ദീർഘകാലം പുറത്തിരുന്ന ഷമി ഇതുവരെ ഫോം തെളിയിക്കാത്തതാണ് ടീമിന് തിരിച്ചടി. ബുംറയുടെ അഭാവത്തിൽ നിർണായക സമയത്ത് വിക്കറ്റ് എടുക്കാൻ കൊണ്ടുവരേണ്ട ഒരു സ്ട്രൈക്ക് ബൗളറെയാണ് ഇന്ത്യക്ക് നഷ്ടം. അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നീ 3 ഓൾറൗണ്ടർമാരുൾപ്പെടെ വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും അടങ്ങുന്നതാണ് ഇന്ത്യൻ സ്പിൻ വിഭാഗം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബൗളിംഗ് വിഭാഗം ശക്തമാണ്. ഇത്തരത്തിൽ ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും എന്തുകൊണ്ടും സജ്ജമായി നിൽക്കുമ്പോൾ ടൂർണമെന്റ് കിരീടം ഇന്ത്യ തന്നെ സ്വന്തമാക്കും എന്ന വിശ്വാസം ആരാധകരിലും ഇന്ത്യൻ ടീമിലും ശക്തമാകുകയാണ്.